അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന മക്കൾ, കുരുന്നുകളെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന മാതാപിതാക്കൾ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ പല വീടുകളും ഇപ്പോൾ ചോരക്കളമാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ വീട്ടിലെ തർക്കം കച്ചവട സ്ഥാപനം വരെ നീണ്ടു. ആളുകൾ നോക്കി നിൽക്കെയാണ് മകൻ പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കൊല്ലം പട്ടാഴിയിൽ ക്ഷീരകർഷകന്റെ മരണത്തിലും ദുരൂഹതയാണ്. രാവിലെ പശുവിനെ കറക്കാൻ പോയ സാജനെ കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. മാതാപിതാക്കളും മക്കളും തമ്മിൽ ചിലപ്പോൾ വീടുകളിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം. എന്നാൽ പൊതുസ്ഥലത്ത്, അതായത് കച്ചവട സ്ഥാപനത്തിൽ വെച്ച് അച്ഛനും മകനും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ച സംഭവമാണ് കൊല്ലം മൂന്നാംകുറ്റിയിലുണ്ടായത്. കൊല്ലം മങ്ങാട് സ്വദേശി 65-കാരനായ രവീന്ദ്രനെ മകൻ അഖിൽ ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാതയ്ക്കരികിൽ മൂന്നാംകുറ്റിയിലെ സിറ്റി മാഷ് എന്ന ഫാൻസി കടയിലാണ് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ കൊലപാതകം നടന്നത്. കച്ചവടം നടത്തി വന്നിരുന്ന കൊല്ലമങ്ങാട് സ്വദേശിയായ 65 വയസ്സുള്ള രവീന്ദ്രനെ മകൻ അഖിൽ ചുറ്റിക വച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അച്ഛനും മകനും തമ്മിൽ കടയിൽ വെച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കിളികൊല്ലൂർ പോലീസ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തു. വിശദമായുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ മറ്റു കാരണങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടിലാരുമായും ശത്രുതയോ വൈരാഗ്യമോ ഇല്ല. പിന്നെ കൊല്ലം പട്ടാഴിയിലെ ക്ഷീരകർഷകനായ സാജന് എന്താണ് സംഭവിച്ചത്? പുലർച്ചെ ഫാമിൽ പശുവിനെ കറക്കാനായി പോയ സാജനെ വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആരാണ് കൊലപ്പെടുത്തിയതെന്നോ എന്താണ് സംഭവത്തിന് പിന്നിലെന്നോ വ്യക്തമല്ല. പിന്നിൽ നിന്ന് ആരോ ആക്രമിച്ചതായി സാജൻ പറഞ്ഞിരുന്നതായി മകൻ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്കാണ് സംഭവം. പട്ടാഴി ഇരിപ്പാക്കുഴി ഫാമിൽ പശുവിനെ കറക്കാനായി വന്ന കർഷകൻ ജോസ് എന്ന സാജനാണ് കൊല്ലപ്പെട്ടത്. പതിവ് സമയം കഴിഞ്ഞ് ഏറെ വൈകിയും സാജനെ കാണാഞ്ഞതിനെ തുടർന്ന് മകൻ വന്നു നോക്കിയപ്പോഴാണ് മുറിവേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. 4:45 വീട്ടിൽ വരുന്നത് പശുവിനെ കറന്നിട്ട് ഇന്ന് കാണാഞ്ഞപ്പം എന്നോട് അമ്മ പറഞ്ഞാൽ പോയി നോക്കിയിട്ട് വാന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇനി എടുത്തിലിങ്ങനെ കിടക്കുന്നതാണ്. എടുത്തിലിങ്ങനെ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ ആരണ്ടെന്നെ വെട്ടിയിട്ട് ഓടി നടന്നു. ഇങ്ങനെ കിടക്കുക, അവിടെ ചെറുന്ന് കിടക്കുക. അപ്പോൾ ചെറുക്കൻ ചെന്ന് വിളിച്ചു, പപ്പേ ഞാൻ ചെന്ന് വിളിച്ചു. എന്നെ ആരണ്ട് വെട്ടി, ആരാന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു, അവനും വന്ന് ഞാൻ വിളിച്ചിട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. അവൻ എന്നെ ആരണ്ട് വെട്ടി, ആരാന്ന് അറിയത്തില്ല. ഫാമിൽ വെച്ച് പിതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നെന്നും ആരോ വെട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതായും മകൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രവാസിയായിരുന്ന സാജൻ 10 വർഷത്തോളമായി നാട്ടിലെത്തി കൃഷിയും പശുവളർത്തലും നടത്തുകയായിരുന്നു. നാട്ടിലാരുമായും വഴക്കോ മറ്റ് വൈരാഗ്യമോ ഉള്ളതായി അറിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കണ്ട ഉടനെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്മാരെ വന്ന് വിളിച്ചു, ഇങ്ങനെ അച്ഛനെ ആരോ വെട്ടി എന്ന് പറയുന്നു. വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അദ്ദേഹം പറയണ എന്നെ ആരോ വെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആ ചേട്ടന്മാരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് അവരെല്ലാം കൂടെ ഒന്ന് എടുത്ത് കൊണ്ടുപോകാനുള്ളടുത്ത് അയാൾ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അടുത്തുള്ള ആൾക്കാരെല്ലാം കൂടെ വന്നാണ് പിന്നെ ഒരു 5 മണിക്കകത്ത് തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പത്തനാപുരം. ആൺ സുഹൃത്തുക്കളോ കാമുകന്മാരോ സ്നേഹവും സൗഹൃദവും നടിച്ച് വിളിച്ചാൽ
അതിനുള്ളിലെ ചതി പെൺകുട്ടികൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഈ വാർത്ത കേട്ടാൽ മനസ്സിലാകും. ഇടുക്കിയിൽ ആൺ സുഹൃത്തിനൊപ്പം പോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സുഹൃത്തുക്കൾ ചേർന്ന് മദ്യം നൽകി പീഡിപ്പിച്ചു. വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടത്. പരാതിക്ക് പിന്നാലെ സുഹൃത്ത് ആഷിക്ക് സഹായങ്ങൾ നൽകിയ അനേഷ്, പ്രായപൂർത്തിയാകാത്ത മറ്റൊരു സുഹൃത്ത് എന്നിവരെ നെടുങ്കണ്ടം പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് ആഷിക്കും ഇയാളുടെ സുഹൃത്ത് അനേഷും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളും ചേർന്ന് മദ്യപിച്ചു. തുടർന്ന് ഇവർ പെൺകുട്ടിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും കൂടിയ അളവിൽ മദ്യം നൽകുകയുമായിരുന്നു. ഇതിനുശേഷം പ്രായപൂർത്തിയാകാത്ത ആളും അനേഷും വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ കൂടിയ അളവിൽ മദ്യം കഴിച്ച പെൺകുട്ടി ബോധരഹിതയായി. സുഹൃത്തുക്കൾ പോയതിനു ശേഷം ആഷിഖ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തി. പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്ന മൊബൈലിലേക്ക് വന്ന കോളിലെ നമ്പറിൽ സഹോദരി തിരിച്ചു വിളിച്ചു. ഫോണെടുത്ത ആഷിഖിൻ്റെ മറ്റൊരു സുഹൃത്ത് പെൺകുട്ടി ആഷിഖിനൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. ഇയാൾ ആഷിഖിനെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോഴാണ് പെൺകുട്ടി അമിതമായി മദ്യം കഴിച്ചെന്നും ബോധരഹിതയായി കിടക്കുകയാണെന്നും ആഷിഖ് സുഹൃത്തിനോട് വെളിപ്പെടുത്തിയത്. സഹായത്തിനെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇയാൾ മറ്റൊരു സുഹൃത്തിനെയും കൂട്ടി പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റി വീടിന് മുന്നിലെത്തിച്ചു. തുടർന്ന് വീട്ടുകാരാണ് പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. പിന്നീട് നെടുങ്കണ്ടം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയത്. തുടർന്ന് നെടുങ്കണ്ടം പോലീസ് പ്രതികളെ പിടികൂടി. പെൺകുട്ടി ആ സമയത്ത് ഒന്നും സംസാരിക്കാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു. പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴി വാങ്ങിയ രാത്രി തന്നെ നമ്മൾ ഇന്നലെ രാത്രിയോട് തന്നെ കേസെടുത്തിട്ടുണ്ട്. യുവനയിൽ ഉൾപ്പെടെ 3 പ്രതികൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അവരെ ഇന്ന് ഉച്ചയ്ക്ക് 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറേ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ മേടിച്ച് അന്വേഷണം നടത്തും. അതിൽ പെൺകുട്ടി ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടൊരു ബോധം ആയിട്ടില്ല. ഇപ്പോഴും ഒരു അർദ്ധ അബോധാവസ്ഥയിൽ തന്നെയാണ്. നല്ല രീതിയിൽ സംസാരിക്കാറായിട്ടില്ല. അതിന് ചെയ്യുന്ന കുട്ടിയെ ഒരു കോൺഷ്യസ് ആയതിനു ശേഷം മൊഴി രേഖപ്പെടുത്തി കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അന്വേഷിക്കാറുണ്ട്. ബലാത്സംഗം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, IT ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ആഷിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യം നൽകിയതടക്കമുള്ള വകുപ്പുകൾ മറ്റു 2 സുഹൃത്തുക്കൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന DYSP നിഷാദ് മോൻ പറഞ്ഞു. പെൺകുട്ടി ഇപ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 ഇടുക്കി. നീതിപീഠവും കൈവിട്ടതോടെ ഉള്ളുനീർന്ന വേദനയിൽ കഴിയുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ. മകളെ നഷ്ടപ്പെട്ടതിൻ്റെയും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിൻ്റെയും നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനിടെ മാതാപിതാക്കൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ജനുവരി 3-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമൻസ് അയച്ചിരിക്കുന്നത്. പ്രതി അർജുൻ്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് കുടുംബത്തിലെ 3 പേർക്ക് നോട്ടീസ് വന്നിട്ടുള്ളത്. മകളുടെ മരണത്തിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനിരിക്കുകയാണ് 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ. ഇതിനിടെയാണ് പ്രതിഭാഗത്തിന്റെ പരാതിയെ തുടർന്ന് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജനുവരി 3-ന് കോടതിയിൽ ഹാജരാകാനാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നോട്ടീസ്. പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ശ്രമങ്ങൾ തടയുന്നതിനായാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് കുട്ടിയുടെ അച്ഛൻ ആരോപിച്ചു. മനഃപൂർവ്വമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പ്രതിയുടെ അപ്പനും വക്കീലും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളെ അടുത്ത സ്റ്റെപ്പ്, അതായത് ഹൈക്കോടതിയിൽ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടി അതിനി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സമ്മൻസ് ഞങ്ങൾക്ക് അയച്ചു കൊടുത്തത്. ഞങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇതിനകത്തിരുന്ന് ഞങ്ങൾ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്.
ഡിസംബർ 14-ന് കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും വൈകാരികമായി പ്രതികരിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിയുടെ പിതാവ് സമർപ്പിച്ച പരാതിയിന്മേലാണ് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിധി വന്നതിന് ശേഷം പ്രതിഭാഗത്തു നിന്നും മാനസികമായ സമ്മർദ്ദമുണ്ടാകുന്നതായും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. കേസിലെ വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയെ കുടുക്കാൻ ഉറച്ചു തന്നെയാണ് പോലീസ്. താരത്തിനെതിരെ അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് അനുമതിയില്ലാതെ സുരേഷ് ഗോപി സ്പർശിക്കുകയായിരുന്നു. ആദ്യം കൈ തട്ടി മാറ്റിയെങ്കിലും പിന്നീട് വീണ്ടും സുരേഷ് ഗോപി സ്പർശിച്ചു. ഇതേ തുടർന്നാണ് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. നവംബർ 15-ന് സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം തെളിവ് ശേഖരണവും ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, മറ്റ് ദൃശ്യങ്ങൾ ഈ സ്പർശിച്ചവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നീ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഗൌരവമുള്ള കുറ്റകൃത്യം തന്നെ ചെയ്തു എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആദ്യം 353A വകുപ്പ് പ്രകാരമാണ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനഃപൂർവ്വം തന്നെ ഈ മാധ്യമപ്രവർത്തകന്റെ ശരീരത്തിൽ സുരേഷ് ഗോപി കൈവച്ചു എന്ന വിലയിരുത്തലാണ്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം നടപടി ഉണ്ടായത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IPC 354 വകുപ്പുകൾ പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കുറ്റമാണ് ഈ 119A എന്ന വകുപ്പിൽ ഉള്ളത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായെങ്കിലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ജാമ്യം നൽകി സുരേഷ് ഗോപിയെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വകുപ്പുകളും കൂടുതൽ ഗൌരവമുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പൂർത്തിയായി, തെളിവ് ശേഖരണവും സാക്ഷികളുടെ മൊഴിയെടുക്കലും പൂർത്തിയായി. ഉടൻ തന്നെ ഈ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നടക്കാവ് പോലീസ് അറിയിക്കുന്നത്. ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ് ആലുവ കുട്ടമശ്ശേരിയിൽ വീടിന് തീവെച്ച സംഭവം. കഴിഞ്ഞ രാത്രിയിലാണ് കുട്ടമശ്ശേരി സ്വദേശി നാരായണൻകുട്ടിയുടെ വീടിന് തീവെക്കാൻ ശ്രമമുണ്ടായത്. സമീപത്തെ CCTV പരിശോധിച്ചപ്പോൾ ഈ സമയം ഒരാൾ ഇതുവഴി പോകുന്നതായി കണ്ടെത്തി. എന്നാൽ ഇയാൾ ആരാണെന്നോ എന്തിനാണ് വീടിന് തീവെക്കാൻ ശ്രമിച്ചതെന്നോ വ്യക്തമായിട്ടില്ല. ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റത് കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. ആലുവയിൽ വീടിൻ്റെ വാതിലിന് തീയിട്ട സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച അന്വേഷണം കാര്യക്ഷമമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ അതിൽ കണ്ട ആളുടെ മുഖം വ്യക്തമല്ലെങ്കിലും ഇതിൽ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അയൽവാസികളെയും അതോടൊപ്പം തന്നെ വീട്ടുടമസ്ഥനായ നാരായണൻകുട്ടി ഇവരെയും എല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ കാണിച്ചുവെങ്കിലും ഒരു രൂപത്തിലേക്ക് കൃത്യമായി പോലീസിനെ എത്താനായിട്ടും അതോടൊപ്പം തന്നെ ഇത് ദൃശ്യങ്ങൾ കണ്ടവർക്കും ആളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വളരെ യാദൃശികമായി വീട്ടുടമസ്ഥൻ നാരായണൻകുട്ടി എഴുന്നേറ്റ സമയത്താണ് വീടിൻ്റെ മുൻഭാഗത്ത് തീ പടരുന്ന രീതിയിലേക്ക് കണ്ടത്. തുടർന്ന് വീട്ടുകാർ തന്നെ എത്തുകയും
ഇത് തീ അണയ്ക്കുകയും ചെയ്തു. തുടർന്ന് സമീപത്തുള്ള മറ്റുള്ളവരും തന്നെ എത്തുന്നു. ഒപ്പം പോലീസിനെയും അറിയിക്കുകയും ചെയ്തു. പോലീസും സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തുകയും ചെയ്തു. ഇത് തുടക്കത്തിൽ അത് ആരാണ് എന്താണ് ചെയ്തതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അഭ്യൂഹം നിലനിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ആരെങ്കിലും മനഃപൂർവ്വം വീട്ടുകാരെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നൊരു സന്ദേഹമാണ് തുടക്കത്തിൽ ഉയർന്നത്. ഇപ്പോഴും അത്തരമൊരു സംശയത്തിന് തന്നെയാണ് കൂടുതലും പോലീസും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുമായി നാരായണൻകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന കൂടുതൽ ആളുകൾ അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അടുത്തുള്ളവരുമായുള്ള ഇയാളുടെ ബന്ധം, അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ വഴക്കുകൾ നിലനിന്നിരുന്നോ എന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു. അത് സംബന്ധിച്ച അയൽവാസികളിൽ നിന്നടക്കം വിശദാംശങ്ങൾ പോലീസ് തേടിയിരുന്നു. ഇയാൾ നാരായണൻകുട്ടി ഒരു മരക്കച്ചവടക്കാരനാണ്. തൊഴിൽ സംബന്ധമായ ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി ഈ വീടിന് തീ പടരുമ്പോൾ നാരായണൻകുട്ടിയുടെ കുടുംബവും ഒപ്പം തന്നെ ബന്ധുക്കളും അടക്കം ഏതാണ്ട് 7ഓളം പേർ ആ വീട്ടിലുണ്ടായിരുന്നൊരു സ്ഥിതിയായിരുന്നു. വളരെ പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ തീ മറ്റിടങ്ങളിലേക്കും തന്നെ പടരുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുമായിരുന്നത്. ഇതിൽ തീ പടരുന്നതിന് വേണ്ടി സഹായമാകുന്ന രീതിയിൽ അവിടെ മണ്ണെണ്ണയോ പെട്രോളോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗവും ഇന്ന് അവിടെ വിശദമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം പോലീസ് അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും തമ്പടിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും പ്രതിയിലേക്ക് വൈകാതെ തന്നെ എത്താൻ കഴിയുമെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കണ്ണൂർ ആറളത്തുണ്ടായ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതായി പോസ്റ്ററുകൾ. വയനാട് തിരുനെല്ലിയിലാണ് മാവോയിസ്റ്റുകൾ പോസ്റ്ററുകൾ പതിച്ചത്. ആന്ധ്രാപ്രദേശ് റായൽസീമ സ്വദേശിയും മാവോയിസ്റ്റ് നേതാവുമായ ലക്ഷ്മി എന്ന കവിതയാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്ററിലുള്ളത്. രക്തകടങ്ങൾ രക്തത്താൽ വീട്ടുമെന്നും മാവോയിസ്റ്റ് ജോഗിയുടെ പേരിലുള്ള കത്തിൽ പറയുന്നു. എന്താണ് സംഭവത്തിൻ്റെ വസ്തുത? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിക്ക് സമീപമാണ് ഇന്നലെ രാത്രിയോടെ എത്തിയ മാവോയിസ്റ്റ് സംഘം പോസ്റ്ററുകൾ പതിപ്പിച്ചത്. കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ പോലീസും മാവോവാദികളും തമ്മിൽ നവംബർ 13 രാവിലെയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് ചോരപ്പാടുകളും ആയുധങ്ങളും കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. ഒരു സ്ത്രീക്കടക്കം 2 മാവോവാദികൾക്ക് പരിക്കേറ്റതായും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് ചികിത്സയിലിരിക്കെ കവിത കൊല്ലപ്പെട്ടുവെന്ന് മാവോയിസ്റ്റുകളുടെ പോസ്റ്ററിൽ പറയുന്നത്. കവിതയുടെ മൃതദേഹം പശ്ചിമഘട്ട വനമേഖലയിൽ സംസ്കരിച്ചെന്നും പറയുന്നു. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് കത്തും മാവോയിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. രക്തകടങ്ങൾ രക്തത്താൽ വീട്ടുമെന്നും മാവോയിസ്റ്റ് ജോഗിയുടെ പേരിലുള്ള കത്തിൽ പറയുന്നു. ന്യൂസ് 18 വയനാട്. അതീവ സുരക്ഷാ മേഖലയാണ് ഏഴിമല നാവിക അക്കാദമി. കഴിഞ്ഞ ദിവസം നാവിക അക്കാദമിയിലേക്ക് ഒരാൾ അതിക്രമിച്ചു കയറാൻ ശ്രമം നടത്തിയിരുന്നു. കേസിൽ പിടിയിലായ കശ്മീർ സ്വദേശിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കശ്മീർ ബാരാമുള്ള സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മുർത്താസിനെയാണ് പയ്യന്നൂർ പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കശ്മീർ ബാരാമുള്ള സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മുർത്താസ് ഏഴിമല നാവിക അക്കാദമിയിലെത്തി പ്രധാന ഗേറ്റ് വഴി അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായതിനെ തുടർന്ന് നാവിക അക്കാദമിയിൽ നിന്നും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സുരക്ഷാ നിയമപ്രകാരമുള്ള വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും ക്രൈംബ്രാഞ്ച് സംഘവും പയ്യന്നൂരിലെത്തി യുവാവിനെ വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
ഇയാൾക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പയ്യന്നൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി രാജേഷിനെയാണ് കാട്ടാക്കട പോക്സോ കോടതി ശിക്ഷിച്ചത്. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 29 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി തമിഴ്നാട് സ്വദേശികളായ 2 പേർ കസ്റ്റഡിയിൽ. മുഹമ്മദ് അബ്ദുൾ ഫൈസ്, അബ്ദുൽ നാസർ എന്നിവരാണ് പിടിയിലായത്. ആറ്റിങ്ങൽ കടയ്ക്കാവൂരിൽ MDMAയും കഞ്ചാവും വിൽപ്പന നടത്തിവന്ന 3 അംഗ സംഘത്തെ ഷാഡോ പോലീസ് സാഹസികമായി പിടികൂടി. മണമ്പൂർ സ്വദേശി ഷൈൻ, തോട്ടക്കാട് സ്വദേശി ബിജോയ്, അവനവഞ്ചേരി സ്വദേശി രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. വീട്ടിൽ 8 വളർത്തുനായകൾ ഉള്ളതിനാൽ പണിപ്പെട്ടാണ് പോലീസ് വീടിനുള്ളിൽ കയറി പ്രതികളെ പിടികൂടിയത്. കൊല്ലം ചിതറയിൽ 55 ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കിഴക്കുംഭാഗം പരുത്തിവിളയിൽ വിപിനാണ് അറസ്റ്റിലായത്. മൂന്നാർ ചിന്നക്കനാലിൽ സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള സംഘട്ടനത്തിൽ 5 പേർക്ക് വെട്ടേറ്റു. ഒന്നാം ചോല സ്വദേശികളും കുടുംബാംഗങ്ങളുമായ ചന്ദ്രമോഹൻ, വിശാൽ, ജൂലിയാന, ജന്നറ്റ്, ചന്ദ്രശേഖരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. BSNL കേബിളും കമ്പികളും മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി മലപ്പുറത്ത് പോലീസ് പിടിയിൽ. കുറ്റിപ്പുറം ഹൈസ്കൂൾ കടവിൽ നിന്നാണ് 24-കാരനായ പ്രതി പിടിയിലായത്. കർണാടകയിലെ ചിത്രദുർഗയിൽ ആൾതാമസമില്ലാതെ നശിച്ചു കിടന്ന വീട്ടിൽ 5 അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലെയും അവസ്ഥ അങ്ങനെയല്ല. ദമ്പതികൾ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ഏറ്റുമുട്ടുന്ന കാഴ്ചകൾ പിന്നീട് ദുരന്തത്തിൽ കലാശിക്കുന്നതാണ് പല സംഭവങ്ങളുടെയും ഒടുക്കം. നമ്മുടെയൊക്കെ പല വീടുകളിലും പരസ്പരം സ്വരച്ചേർച്ചകൾ കാണാം. ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നിടത്ത് തീരാവുന്ന പ്രശ്നങ്ങളെ അതൊക്കെയുള്ളൂ. പരസ്പരം സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലും മുന്നോട്ട് പോയാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.